സത്യമാകുന്ന യേശുവും സത്യം കേട്ടാൽ കലിതുള്ളുന്ന സഭകളും. ഏവർക്കും നമസ്കാരം. ഒരുപക്ഷെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളുടെയും ശ്രദ്ധയിൽപ്പെടാത്ത, എന്നാൽ സുവിശേഷങ്ങളിൽ കൂടെ വളരെ പ്രകടമായിരിക്കുന്ന ഒരു സത്യം ഒന്ന് അടയാളപ്പെടുത്തുക മാത്രമാണ് ഈ വീഡിയോയുടെ വളരെ പരിമിതമായ ലക്ഷ്യം. ആ സത്യം എന്താണ്? സഭകൾ സ്ഥാപിക്കപ്പെടുന്നത് അസത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന യാഥാർത്ഥ്യം ഏവരും തിരിച്ചറിയണം. അത് ആത്മീകമായ ഒരു കടമയാണ് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമുണ്ടാകേണ്ട കാര്യമില്ല. ഏകദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നു. ഏക ദൈവത്തിൻ്റെ ഏകപുത്രനായി യേശു ലോകത്തിൽ വന്നുവെന്നും അവൻ മതം സ്ഥാപിക്കുവാനല്ല വന്നത്, ദൈവരാജ്യം വെളിപ്പെടുത്തുവാനാണ് വന്നത് എന്നും അവനിൽ വിശ്വസിക്കുന്ന ഏവരും ഒരേ ശരീരമായി തീരുക എന്നതായിരുന്നു യേശുവിൻ്റെ ഏറ്റവും തീവ്രമായ ആഗ്രഹവും സംശുദ്ധമായ ലക്ഷ്യമെന്നും ഉച്ചസ്ഥിരം ഘോഷിക്കുന്ന സഭകൾ എങ്ങനെയാണ് യേശുവിൻ്റെ ശരീരം എന്ന് പറയുന്ന സഭയെ 100 അല്ലെങ്കിൽ 1000 10,000 കഷണങ്ങളായി മുറിക്കുകയും അവ ഓരോന്നും ഞങ്ങൾ മാത്രമാണ് യേശുവിൻ്റെ ശരീരം, മറ്റുള്ളവരൊന്നും യേശുവിൻ്റെ ശരീരങ്ങളല്ല, അവയോട് സംസർഗം പാലിക്കുന്നത് അപകടമാണ്, അല്ലെങ്കിൽ ഭക്തിയില്ലായ്മയുടെ അല്ലെങ്കിൽ വിശ്വാസരാഹിത്യത്തിൻ്റെ രോഗമാണ് എന്ന് കട്ടായം പിടിക്കുകയും ചെയ്യുന്നത് എന്ന് മാത്രം നാം ഒന്ന് പരിഗണിച്ചാൽ മതി. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം സുപരിചിതമാണ്. അവിടെ യേശു തൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ പടിവാതിക്കൽ നിന്നുകൊണ്ട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് തൻ്റെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ രത്നച്ചുരുക്കം, തന്നിൽ വിശ്വസിക്കുന്ന ഏവരും ഐക്യമുള്ളവരായി ഒരു മനസ്സോടെ ഈ ഭൂമിയിൽ ആത്മീയ സാക്ഷ്യം വഹിപ്പാനും നിലനിർത്തുവാനും പര്യാപ്തരാകണം എന്നുള്ളതാണ്. സാത്താൻ്റെ പ്രവർത്തനം ശിഥിലീകരണത്തിൻ്റെ പ്രവർത്തനമാണെന്നും അതുകൊണ്ട് തന്നെ പ്രവാചകൻ അവൻ്റെ ദൈവിക ദൗത്യം നിർവഹിച്ച ശേഷം കള്ളപ്രവാചകന്മാർ അനേകം തലയെടുക്കുമെന്നും അവരുടെ നശീകരണ പ്രവർത്തനങ്ങൾ ആയുധമായി ഉപയോഗിക്കുന്ന അസത്യങ്ങൾ സമൃദ്ധമായി പ്രയോഗിച്ച് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമായിട്ടാണ് കള്ളൻ വരുന്നത് എന്ന് യേശു വ്യക്തമായി മനസ്സിലാക്കിയതുകൊണ്ട് ഇപ്രകാരം ശിഥിലീകരണത്തിൻ്റെ ഒരു വലിയ സംരംഭം സംഭവിക്കും എന്നത് യേശുവിന് അന്നേ അറിയാമായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചുവെന്ന് പിൽക്കാല സഭാ ചരിത്രം നമ്മെ അറിയിക്കുന്നുണ്ട്. ഇന്നും ഈ യാഥാർത്ഥ്യം നമ്മെ തെക്ക് നിന്നും വടക്ക് നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തുറച്ചു നോക്കുമ്പോൾ അതിൻ്റെ നേരെ മനഃപൂർവ്വം കണ്ണടയ്ക്കുക മാത്രമാണ് നാം ചെയ്യുന്നത്. അതേസമയം തന്നെ യേശുവിനെ നമ്മുടെ രക്ഷിതാവായി അംഗീകരിക്കുന്നു എന്ന് പറയുകയും യേശു സത്യമാണ്, സത്യം മാത്രമാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ ഇത് വലിയ അപാകതയുണ്ട് എന്ന് തിരിച്ചറിയുവാൻ എന്തുകൊണ്ട് ക്രിസ്ത്യാനി പരാജയപ്പെടുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ അല്പം പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഇനി ഞാൻ ആദ്യമേ പറഞ്ഞ ആശയം അത് കുറച്ചുകൂടി വ്യക്തമാക്കേണ്ട ഒരു ചുമതല എനിക്കുള്ളത് കൊണ്ട് ഞാൻ ആ കടമ നിർവഹിക്കാൻ പോവുകയാണ്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ എപ്രകാരമാണ് നിർവഹിച്ചത് എന്നും ഏത് ആത്മീകമായ ദർശനത്തോടും ലക്ഷ്യത്തോടുമാണ് താൻ പ്രവർത്തിച്ചത് എന്നും സുവിശേഷങ്ങൾ സംശയാതീതമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സംഘടനാപരമായ ഒരു ലക്ഷ്യം
ഈ 4 സുവിശേഷങ്ങൾ നമ്മെ അറിയിക്കുന്നില്ല. എന്നാൽ അതേസമയം തന്നെ യേശുവിൻ്റെ ജീവിതത്തിന് ശേഷം, യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷം സഭകൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ അവയുടെ ന്യായീകരണത്തിന് വേണ്ടി ചില കാര്യങ്ങൾ വേദപുസ്തകത്തിൽ, സുവിശേഷങ്ങളിൽ പിൽക്കാലത്ത് എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വേദപുസ്തകത്തെ ചരിത്രപരമായും വിമർശനാത്മകമായും ടെക്സ്ച്വൽ ക്രിറ്റിസിസം എന്ന് പറയും. ഹിസ്റ്റോറിക്കൽ ആൻഡ് ടെക്സ്ച്വൽ ക്രിറ്റിസിസം. അത് തിയോളജി പഠിക്കുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അത് വ്യക്തമായി തെളിയിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് 19-ാം നൂറ്റാണ്ട് തൊട്ട് ജർമ്മൻ സ്കോളർഷിപ്പ് ഇത് വളരെ വ്യക്തമായി സംശയാതീതമായി തെളിയിച്ചിട്ടുള്ളതാണ്. സുവിശേഷങ്ങൾ 100% യേശു പറഞ്ഞതും ചെയ്തതുമായതിൻ്റെ, പ്രത്യേകിച്ച് പറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഒരു റെക്കോർഡല്ല. പിന്നെയോ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഉൾക്കൊള്ളിച്ച കാര്യങ്ങൾ പ്രധാനമായി പ്രതിപാദിച്ചിട്ട് പിൽക്കാലത്ത് സഭ രൂപീകരിക്കപ്പെട്ട ശേഷം സഭകളുടെ ന്യായീകരണത്തിന് വേണ്ടി യേശു പറഞ്ഞു എന്ന വിധത്തിൽ ഈ സുവിശേഷങ്ങളിൽ എഴുതി ചേർക്കപ്പെട്ട ഭാഗങ്ങളുണ്ട് എന്നത് ഇന്ന് സാർവലൗകികമായി എല്ലാവരും അംഗീകരിക്കുന്നതാണ്. എങ്കിലും ഒരു സഭയിലും ഈ യാഥാർത്ഥ്യം പരാമർശിക്കപ്പെടുകയില്ല, വിളിച്ചറിയിക്കുകയില്ല. കാരണം അത് സഭകളുടെ സ്ഥാപന താല്പര്യങ്ങൾക്കും അവർ അവകാശപ്പെടുന്ന ആത്മീയമായ അധികാരത്തിനും അല്പം പോരായ്മയാണ്, അല്ലെങ്കിൽ പോരായ്മ വരുത്തുന്നതാണ് എന്നതുകൊണ്ട് തന്നെ ആ സത്യത്തെ മൂടിവെക്കുക സഭകളുടെ ഒരു അനിവാര്യതയാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രം നിങ്ങളുമായി ചേർന്ന് പരിഗണിക്കാൻ ഞാനിപ്പോൾ ശ്രമിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 18-19 വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോകുകയാണ്. യേശു പത്രോസിനോട് പറയുന്നു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. സഭ എന്ന ഒരാശയം അല്ലാതെ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഒരു കാലത്തിൽ ഒരവസരത്തിലും ഉൾപ്പെടുത്തിയിരുന്നില്ല. അങ്ങനെ ഒരു ആശയം യേശുവിനില്ലായിരുന്നു. പത്രോസ് ആകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അങ്ങനെ പാതാളം വേതാളമെന്നൊന്നും യേശു അങ്ങനെ തൻ്റെ പഠിപ്പീരുകളിൽ ഉൾപ്പെടുത്താത്ത ആശയമാണ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. അപ്പോൾ സ്വർഗരാജ്യം, ദൈവരാജ്യം എന്നത് സ്വർഗരാജ്യമാക്കി. രണ്ടാമത്, ഈ ദൈവരാജ്യം എന്നത് യേശുവിനെ സംബന്ധിച്ചിടത്തോളം പ്രതീകാത്മകമായ ഒരു സൂചനയാണ്. അത് ഒരു ഭൗതികമായ സ്ഥിതി വിശേഷമല്ല. ഇറ്റ് ഈസ് നോട്ട് എ മെറ്റീരിയൽ എംപിരിക്കൽ റിയാലിറ്റി. ഉടനെ അവിടെ താക്കോല് കൊണ്ടുവരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് അത് പത്രോസിനെ ഏൽപ്പിക്കുന്നു. നീ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞങ്ങൾക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെടും. ഈ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലും ഈ ഭൂമിയിൽ കെട്ടുന്നതും സ്വർഗത്തിൽ കെട്ടുന്നതും തമ്മിൽ എന്താണ് ബന്ധം? നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഈ പഠിപ്പീരിൻ്റെ അർത്ഥം സഭകൾക്ക് ദൈവദത്തമായ അധികാരമുണ്ട് എന്ന് വിശ്വാസ സമൂഹത്തെ ധരിപ്പിക്കുന്നതിന്, അല്ല തെറ്റിദ്ധരിപ്പിക്കുന്നതിനാണ്. ഇത് പച്ചക്കള്ളമാണ്. ഇപ്പോൾ സുവിശേഷത്തിൽ ഇത് ചേർത്തത് കൊണ്ട് ഇതിലാണ്ട് വലിയ സത്യമുണ്ട് എന്ന് ആളുകൾ ചെറുപ്പം മുതലേ ധരിച്ചു വെക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകളെ സത്യത്തിൻ്റെ കണ്ണിൽ കൂടെ സധൈര്യം പരിഗണിക്കാനുള്ള കെൽപ്പ്, ബൗദ്ധികമായ ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ഒരു മനസ്സ് ക്രിസ്ത്യാനികൾക്കില്ല എന്നതുകൊണ്ട് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കള്ളങ്ങൾ, അല്ല വലിയ വലിയ കള്ളങ്ങൾ വചനത്തിലായതുകൊണ്ട് അത് പരിശുദ്ധമായ കള്ളങ്ങളാണെന്നും അത് വിശ്വസിച്ച് എല്ലാവരും നിന്നോണമെന്നുമുള്ളൊരു നിർബന്ധം, ഇത് മനുഷ്യർക്ക് യാതൊരു ഗുണവും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ ആത്യന്തികമായി വിശ്വസിക്കുന്നത് അസത്യം എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അത് മനുഷ്യരെ അടിമത്വത്തിലേക്ക് മാത്രമേ വഴി നടത്തുകയുള്ളൂ. അതുകൊണ്ടാണ്
അസത്യം ഒരു ആയുധമായി പ്രയോഗിക്കുന്നവരെ നാം പ്രത്യേകം ശ്രദ്ധിക്കുകയും അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. അവർ യഥാർത്ഥത്തിൽ സാത്താൻ്റെ പുരോഹിതന്മാരാണ്, സാത്താൻ്റെ ശക്തികളാണ്, അല്ലെങ്കിൽ സാത്താൻ്റെ പ്രതിനിധികളാണ്. ദേ റെപ്രസെൻറ്റ് സൈറ്റാനിക് പവേഴ്സ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ സാത്താൻ സേവ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് വരാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. എന്നെ അല്പം പോലും അത് അത്ഭുതപ്പെടുത്തുന്നില്ല. കാരണം എവിടെയൊക്കെ അസത്യത്തെ സത്യമായി അവതരിപ്പിക്കുകയും അതിൽ കൂടെ എന്തെങ്കിലും വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യാമെന്ന് ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? അവരെല്ലാം യേശുവിൻ്റെ പേര് പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പേര് പറയുന്നു, പിതാവായ ദൈവത്തിൻ്റെ പേരൊക്കെ പറയുന്നു. ശരി തന്നെ. അവരെല്ലാം, അതായത് സത്യത്തെ കൈവിട്ട് കളിക്കുന്നവരെല്ലാം, അല്ലെങ്കിൽ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി സത്യത്തിൽ മായം ചേർക്കുന്നവരെല്ലാം, ദൈവത്തെ ആശ്രയിക്കുന്നവരല്ല. അവർ സാത്താൻ സേവ നടത്തുന്നവരാണ്, അല്ലെങ്കിൽ ഇപ്രകാരം പ്രകടമായ സാത്താൻ സേവയ്ക്ക് വഴിയൊരുക്കുന്ന പ്രവൃത്തി ചെയ്യുന്നവരാണ്. ഇപ്രകാരം സ്നാപക യോഹന്നാൻ യേശുവിൻ്റെ രക്ഷണ്യ ശുശ്രൂഷയ്ക്ക് വഴി ഒരുക്കിയോ, അപ്രകാരം ഇങ്ങനെയുള്ളവർ സാത്താൻ സേവയ്ക്ക് വഴി ഒരുക്കുന്നവരാണ് എന്നതാണ് വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്യം. അപ്പോൾ യേശു ഒരിക്കലും പറഞ്ഞിരിക്കുവാൻ സാധ്യതയില്ലാത്ത, അതായത് പത്രോസ് എന്ന പാറമേലാണ് സഭ പണിതിരിക്കുന്നത്. അങ്ങനെ പറയാൻ കാര്യം, റോമൻ പട്ടണം അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥിരാകേന്ദ്രം കേന്ദ്രീകരിച്ച് സ്ഥാപിക്കപ്പെട്ട സഭ കോൺസ്റ്റൈൻ ചക്രവർത്തിയുടെ മാനസാന്തരത്തിന് ശേഷം അതിൻ്റെ അധികാരത്തിന് ദൈവികമായ പരിവേഷം കൊടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ആ സഭ സ്ഥാപിക്കുന്നതിൽ മുൻകൈ എടുത്തത് പത്രോസാണ് എന്ന ഒരു നിഗമനത്തിൽ, അതിൽ പൗലോസ് അപ്പോസ്തലൻ നിർവഹിച്ച കർത്തവ്യത്തെ മനഃപൂർവ്വമായി ഒഴിച്ചു മാറ്റിയിട്ട് പത്രോസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച്, പത്രോസിന് യേശു തന്നെ ജീവിച്ചിരുന്നപ്പോൾ പ്രത്യേകമായൊരു അഭിഷേകവും നിയോഗവും കൊടുത്തു. ഈ സഭയുടെ, അതായത് ക്രിസ്തീയ സഭയുടെ അടിത്തറ പത്രോസായിരിക്കണം എന്ന് പറയുന്ന ആ നിമിഷത്തിൽ തന്നെ നമ്മൾ പാടും, The church's one foundation is Jesus Christ her Lord. സഭയുടെ ഏക അടിസ്ഥാനം ആരാണെന്നാണ്? യേശുവാണെന്നാണ് പറയുന്നത്. ഇതിലേതാണ് ശരി? സഭയുടെ അടിസ്ഥാനം യേശുവാണോ പത്രോസാണോ? അതിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യം, നാം ഇപ്പോൾ അറിയുന്നത് പോലെ, നാം ഇപ്പോൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ വിഭാവന ചെയ്യുന്നത് പോലെയുള്ള സഭ യേശുവിൻ്റെ ദർശനത്തിന് യോജിക്കുന്നതായിരുന്നുവോ? നാം ഇപ്പോൾ കാണുന്ന സഭയെ യേശു വിഭാവന ചെയ്തിരുന്നുവോ? അല്ലെങ്കിൽ യേശുവിൻ്റെ പബ്ലിക് മിനിസ്ട്രിയിൽ അല്ലെങ്കിൽ പരസ്യ ശുശ്രൂഷയിൽ വെളിപ്പെടുത്തിയ, അല്ലെങ്കിൽ അതിൽ മൂലം വെളിപ്പെട്ടു വന്ന ആത്മീയ ദൗത്യത്തിന് ഉതകുന്ന വിധത്തിലുള്ള സഭകളാണോ പിൽക്കാലത്ത് ചരിത്രത്തിൽ കൂടെ മനുഷ്യൻ്റെ താല്പര്യങ്ങൾ അനുസരിച്ച് നിർമ്മിക്കപ്പെട്ടത് എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ യേശുവാണ് സഭയുടെ അടിസ്ഥാനമെന്ന് പറയുന്നു, സഭ യേശുവിൻ്റെ മണവാട്ടിയാണെന്ന് പറയുന്നു, യേശു സഭയുടെ ശിരസ്സാണ്, തലയാണ് എന്ന് പറയുന്നു. അതേസമയം തന്നെ സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന പത്രോസിലാണെന്ന് പറയുന്നു. ഇതിലേതാണ് ശരി? എൻ്റെ അഭിപ്രായത്തിൽ ഇത് രണ്ടും തെറ്റാണ്. കാരണം യേശു ഇങ്ങനെ ഒരു സഭ സ്ഥാപിക്കാൻ വന്നതേ അല്ല. യേശുവിൻ്റെ ദൗത്യം വളരെ സരളവും മനസ്സിലാക്കാൻ എളുപ്പവുമാണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ ആരും കൂട്ടാക്കുന്നില്ല, ധൈര്യം കാണിക്കുന്നില്ല. കാരണം അത് മനസ്സിലാക്കിയാൽ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മനുഷ്യൻ സൃഷ്ടിച്ച മനുഷ്യ അധികാരത്തെ കേന്ദ്രീകരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ലൗകികമായ മർമ്മങ്ങളും ലക്ഷ്യങ്ങളും മാത്രം ആശ്രയിച്ച് അല്ലെങ്കിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭൗതികമായ ഈ ഒരു സംവിധാനം, ഈ ഒരു സ്ഥാപനം,
അതിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാകും, അതിനെ ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയുകയില്ല എന്നതുകൊണ്ട് വളരെ പ്രകടമായ ലളിതമായ സത്യത്തെ തിരിച്ചറിയുവാൻ ആരും ധൈര്യം കാണിക്കുന്നില്ല. എന്താണ് ലളിതമായ സത്യം? യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ലളിതമാണ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണ്? യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ മനസ്സിലാക്കാൻ ഒറ്റേ ഒരു കാര്യമേ വേണ്ടൂ. അതെന്താണ്? മനുഷ്യനിർമ്മിതമായ സ്ഥാപക മത സംവിധാനങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം ദൈവഹിതം അറിയുകയും നിർവഹിക്കുകയും ചെയ്യുന്നതിൽ മാത്രം കേന്ദ്രീകരിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. മനുഷ്യനിർമ്മിതമായ ഒരു മത സംവിധാനത്തെയും ആശ്രയിച്ചോ അനുസരിച്ചോ ജീവിക്കേണ്ട ഗതികേട് മനുഷ്യരാശിക്ക് ഉണ്ടാകരുത്. കാരണം യേശുവിന് നന്നേ അറിയാവുന്നൊരു സത്യമുണ്ടായിരുന്നു. അത് ചരിത്ര സത്യമാണ്. മനുഷ്യനിർമ്മിതമായ എല്ലാ സംവിധാനത്തിൻ്റെ ഉള്ളിലും മനുഷ്യൻ അടിമയായി മാത്രമേ കഴിയാൻ സാധ്യമാകുകയുള്ളൂ. അത് രാഷ്ട്രീയമാണെങ്കിലും മതമാണെങ്കിലും ഒന്ന് തന്നെയാണ്. ഏതെല്ലാം സംവിധാനം മനുഷ്യൻ അവൻ്റെ കഴിവ് കൊണ്ടും അധികാരമോഹം കൊണ്ടും സൃഷ്ടിച്ചിട്ടുണ്ടോ അതിൻ്റെ ഉള്ളിൽ മനുഷ്യൻ അടിമയായി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. മനുഷ്യനെ സ്വതന്ത്രനാക്കുവാൻ പര്യാപ്തമായ, അതിന് ധൈര്യം കാണിക്കുന്ന, അല്ലെങ്കിൽ അതിൽ താല്പര്യമുള്ള ഒരു സ്ഥാപനമോ സംവിധാനമോ ചരിത്രം ഇന്നുവരെയും കണ്ടിട്ടില്ല. മനുഷ്യനെ സ്വതന്ത്രനാക്കുക എന്നത് മനുഷ്യൻ്റെ ദൗത്യവുമല്ല, അത് ദൈവികമായ ദൗത്യം മാത്രമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അതിൻ്റെ പച്ച പരമാർത്ഥമാണ്. ആരാണ് ഈ പുത്രൻ? മനുഷ്യനിർമ്മിതമായ മതപരമായ സംവിധാനങ്ങൾക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവീകമായ ഒരു ആത്മീയ അധികാരമുണ്ട് എന്നും ആ അധികാരത്തെ ആരാഞ്ഞറിഞ്ഞ് അനുസരിക്കുന്നതാണ് മനുഷ്യൻ അവൻ്റെ മനുഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഏക വഴി എന്നും അസന്നിഗ്ധമായി ലോക ജനതയെ, ക്രിസ്ത്യാനികളെ മാത്രമല്ല ലോക ജനതയെ അറിയിക്കുവാനും ആ അറിവിൽ കൂടെ അവർ പ്രാപിക്കേണ്ട വിടുതലും വളർച്ചയും സ്വായത്തമാക്കുവാൻ ഏവർക്കും അവകാശം നൽകുവാനുമാണ് യേശുക്രിസ്തു വന്നത്. അങ്ങനെയുള്ള യേശുക്രിസ്തു മറ്റെല്ലാ മതങ്ങളും പ്രവർത്തിക്കുന്നത് പോലെ അതിൽ നിന്ന് സാംസ്കാരികമായ അല്പം വ്യത്യാസം വരുത്തി, സംഘടനാപരമായ ചില രുചികളിൽ വ്യത്യാസം വരുത്തി ഒരു സഭ സ്ഥാപിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ യേശു ചരിത്രം കണ്ട ഏറ്റവും വലിയ മണ്ടനാണ്. യേശു അങ്ങനെ ചെയ്തിട്ടില്ല. യേശു ഒരു സഭയും സ്ഥാപിക്കുവാൻ താല്പര്യപ്പെട്ടില്ല. പിന്നെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 18-19 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് അതിന് യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഈ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പഠിപ്പീരുകൾ വളരെ ക്രോഡീകരിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കെ അതിലൊരിക്കൽ പോലും സഭ എന്ന പരാമർശനം ഉണ്ടാകാതെ പെട്ടെന്ന് 16-ാം അധ്യായത്തിൽ വരുമ്പോൾ സഭ എന്ന ആശയം മാക്രി ചാടുന്ന പോലെ ചാടി നമ്മുടെ മുമ്പിൽ വീഴുകയാണ്. ഇതും യേശുവുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് പച്ചപരമാർത്ഥം. പക്ഷേ സഭകളുടെ അധികാരം ന്യായീകരിക്കുന്നതിന് വേണ്ടി പച്ചക്കള്ളം പരിശുദ്ധ സുവിശേഷത്തിൽ എഴുതി ചേർത്തിരിക്കുന്നതാണ് എന്നത് ഞാനല്ല കണ്ടുപിടിച്ചത്. ഇത് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുള്ളതും അസന്നിഗ്ധമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതുമായ ഒരു സുവിശേഷ സത്യം തന്നെയാണ്. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, സഭകൾ സ്ഥാപിക്കപ്പെടുന്നത് യേശു എന്ന അടിസ്ഥാനത്തിലല്ല. സഭകളുടെ അടിസ്ഥാനം അസത്യം തന്നെയാണ്. അതിൻ്റെ മറ്റൊരു വശം നാം പരിശോധിക്കുമ്പോൾ, ഇപ്പോൾ കത്തോലിക്കരും കത്തോലിക്കരല്ലാത്ത ക്രിസ്ത്യാനികളും തമ്മിലുള്ള സന്ധിയില്ലാത്ത സമരം എന്താണ്? കത്തോലിക്കർ പറയുന്നു, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ഓസ്തി, ഈ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തവുമായി തീരും. കാരണം എന്താണ്? ഞങ്ങൾ എൻ്റെ വേളയിൽ പുഷ് 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 എന്ന് പറയുന്നു. അതിനുള്ള അധികാരം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അത് പത്രോസ് ഞങ്ങൾക്ക് തന്നതാണ്. അതുകൊണ്ടാണ് പത്രോസാണ് സഭയുടെ അടിസ്ഥാനമെന്ന് സ്ഥാപിക്കുവാനുള്ള നിർബന്ധമുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള അധികാരം നിങ്ങൾക്ക് ആർക്കുമില്ല. കാരണം പത്രോസിൻ്റെ കൈവെപ്പിൽ കൂടെ പത്രോസിൻ്റെ അവകാശം, അധികാരം പ്രാപിച്ചവർ ഞങ്ങൾ മാത്രമാണ്.
അതുപോലെ കേരളത്തിൽ വരുമ്പോൾ ഓർത്തഡോക്സുകാരും എന്താ പറയുക മാർത്തോമാക്കാരും ഒക്കെ അഭിമാനം കൊള്ളുന്നതാണ് തോമാസ് ലീഹായുടെ കൈവെപ്പിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ച അധികാരം. പാവം തോമാസ് ലീഹ ഇത് കണ്ടതോ കേട്ടതോ ഒന്നുമല്ല. പുള്ളി ആരുടെ മേലും കൈവച്ചില്ല. വെറും പച്ചക്കള്ളമാണ് ഈ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇങ്ങനെ കള്ളം പറയാതെ സഭകൾക്ക് ഓരോരുത്തർക്കും വേറിട്ട് ഉണ്ട് എന്ന് അവർ അടിസ്ഥാനരഹിതമായി അവകാശപ്പെടുന്ന അധികാരം, അതിന് സുവിശേഷപരമായോ ആത്മീകമായോ യേശുവിൻ്റെ ദർശനപരമായോ യാതൊരു സാധീകരണവും യാതൊരു ജസ്റ്റിഫിക്കേഷനും അടിസ്ഥാനവും ഇല്ല എന്നതുകൊണ്ട് അത് കൃത്രിമമായി നിർമ്മിച്ചെടുക്കുവാൻ അസത്യം മാത്രമേ ഒരു അസംസ്കൃത പദാർത്ഥമായി ഉപയോഗിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ യേശുവിനെ കരുതുന്നുവെങ്കിൽ യേശു സത്യമാണെന്ന് നിങ്ങൾ പറയുകയും അതുകൊണ്ട് തന്നെ സത്യത്തെ അറിയുവാനും ആദരിക്കുവാനും നമ്മൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് നാം ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളെ തുറിച്ചു നോക്കുന്ന യാഥാർത്ഥ്യത്തിൻ്റെ നേരെ കണ്ണടയ്ക്കുവാൻ സാധ്യമല്ല. ഓരോ സഭയും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് യേശുവിൻ്റെ എന്ന അടിസ്ഥാനത്തിലല്ല. ജീസസ് ഈസ് നോട്ട് ദ ഫൗണ്ടേഷൻ ഓഫ് ദീസ് ചർച്ചസ്. അസത്യമാണ് ഈ സഭകളുടെ അടിസ്ഥാനം. ഓരോ സഭയും അസത്യം പറഞ്ഞിട്ടാണ് അതിൻ്റെ നിലനിൽപ്പിനെ സാധൂകരിക്കുന്നത്. നമുക്കറിയാം, മാർത്തോമാ സഭ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് പിരിഞ്ഞു വന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ കള്ളം പറഞ്ഞ് അത് ന്യായീകരിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഓർത്തഡോക്സ് സഭയും യാക്കോബ സഭയും തമ്മിലുള്ള ഈ വഴക്ക് അസത്യത്തിൻ്റെ നഗ്ന താണ്ഡവമാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് തെളിയിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ കത്തോലിക്കനല്ലാത്തവരെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പെന്തക്കോസ്തുകാരുടെ ഒരു കാര്യം പറഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ അന്നേരം തൊട്ട് സെൻട്രൽ പാസ്റ്റർ തൊട്ട് ലോക്കൽ പാസ്റ്റർ കുഞ്ഞു വരെ വാ പൊളിച്ചാൽ കള്ളമേ പറയുകയുള്ളൂ. പിന്നെ പ്രവാചകന്മാരെന്നും ദൈവദാസന്മാരെന്നും അത്ഭുത രോഗശാന്തിക്കാരെന്നൊക്കെ പറഞ്ഞു നടക്കുന്നവർ കള്ളം പറയാൻ മാത്രം പഠിച്ചവരാണ് എന്ന് തിരിച്ചറിയുവാൻ ക്രിസ്ത്യാനി ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ സത്യത്തെ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ അടിമത്വം കൊണ്ടല്ലേ. അടിമകൾക്കാണ്. ആരാണ് സ്വതന്ത്രൻ, ആരാണ് അടിമ? സത്യത്തെ അറിയുവാനും അനുസരിക്കുവാനും കെൽപ്പുള്ളവനാണ് സ്വതന്ത്രൻ. സത്യം അറിയുന്നതിനെ ഭയക്കുകയും അസത്യത്തിന് കുഴലൂതുകയും ചെയ്യുന്നവനാണ് അടിമ. ആത്മീകമായ ദർശനത്തിൽ അത് മാത്രമാണ് അതിൻ്റെ വിവക്ഷ. അതുകൊണ്ട് നാം തിരിച്ചറിയണം, ഒരേ രക്ഷകനിൽ വിശ്വസിക്കുന്ന നാം ഇന്ന് 50,000 കഷ്ണങ്ങളായി കീറി മുറിച്ച് വാരി വിതറി അവിടെയും ഇവിടെയും ഇട്ടിരിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനിക്ക് മറ്റൊരു ക്രിസ്ത്യാനിയുമായിട്ട് സഹകരിക്കാനുള്ള അവകാശമില്ല. ഓരോ ക്രിസ്ത്യാനിയും അവൻ്റെ മെത്രാൻ്റെ അടിമയാണ്, അല്ലെങ്കിൽ മെത്രാൻ്റെ അടിമയായ പുരോഹിതൻ്റെ അടിമയാണ്. നമുക്കാർക്കും യേശുവിൻ്റെ പഠിപ്പീരുകളെ സ്വതന്ത്രമായ അന്വേഷണത്തിൽ കൂടെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. സഭകളിൽ കൂടെ നമുക്ക് സംഭവിച്ചത് യേശുവിനെ അറിയുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടമായി എന്നത് മാത്രമാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഭ്രാന്ത് അല്ലെങ്കിൽ പിന്നെ എന്താണുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് ഞാൻ വിശ്വസിക്കുന്ന വേദപുസ്തകത്തിൽ ഞാൻ ആരാധിക്കുന്ന ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് പറയുന്നു, സഭകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലല്ല, പച്ചക്കള്ളത്തിലാണ്. ഓരോ സഭയും അതിൻ്റേതായ കള്ളങ്ങൾ കണ്ടുപിടിച്ച് വചനത്തെ ഉപയോഗിച്ച് ഓരോ അസത്യത്തെയും സാധൂകരിച്ച് ഞങ്ങളുടെ കയ്യിൽ മാത്രം കിടന്ന് കളിക്കുന്ന കളിപ്പാവയാണ് ക്രിസ്തു എന്ന ഏറ്റവും ഭീകരമായ അസത്യം നെറ്റിപ്പട്ടമായി ഒട്ടിച്ചുകൊണ്ട് നടക്കുന്നവരാണിവർ എന്ന് പറയാതിരിക്കാൻ ഒരു വിധത്തിലും സാധിക്കുന്നില്ല. അതാണ് അതിൻ്റെ പരമാർത്ഥം. അതുകൊണ്ടാണ് ഒരു വ്യക്തി എത്രമാത്രം സഭ എരിവുള്ളവനായിത്തീരുന്നു, അവൻ അത്രമാത്രം അവൻ്റെ തലച്ചോറ് കുട്ടിച്ചോറാക്കുന്നവനാണ്.
അല്ലെങ്കിൽ പിണ്ണാക്കാക്കുന്നവനാണ്, അല്ലെങ്കിൽ ചാണകമാക്കുന്നവനാണ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്ന വിധത്തിൽ ക്രിസ്തീയ സമൂഹം ഇത്രമാത്രം അധപ്പതിച്ചു പോകുവാൻ കാരണമായി തീർന്നത്. യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നാം കാരമില്ലാത്ത ഉപ്പായിത്തീരുകയും ഇന്ന് മറ്റുള്ളവർ കയറി ചവിട്ടി മെതിക്കുവാൻ മാത്രം നമുക്ക് അവകാശമുള്ളൂ, അതിൻ്റെ അർഹത മാത്രമേ നമുക്കുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് നാം എഴുതി പോകുവാനിടയായത്. നാം യാതൊരു ചുമതല ബോധവുമില്ലാതെ അസത്യത്തെ അധിഷ്ഠിതമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യ കേന്ദ്രീകൃതമായ ഈ സഭകളുടെ അടിമകളായി തീരുവാൻ നാം മനഃപൂർവ്വം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഇത് നാം നമുക്കെതിരെ ചെയ്ത ഘോരമായ പാപവും പാതകവുമാണ് എന്ന് ഈ അന്ത്യകാലത്ത് വിളിച്ചറിയിക്കുവാൻ മരുഭൂമിയിൽ വിളിച്ചറിയിക്കേണ്ട സത്യവിധാകയാൽ ഈ ആത്മീയമായ മരുഭൂമിയിൽ ഒന്ന് മുഴങ്ങിക്കേൾക്കുവാനായി മാത്രം നിയോഗം ലഭിച്ച എനിക്ക് ഈ കടമ നിർവഹിക്കാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. യേശു ഇപ്രകാരമുള്ളൊരു അവസ്ഥ വിഭാവന ചെയ്തില്ല. സത്യം സത്യം സത്യം. യേശുവിനെ കൊന്ന പുരോഹിത വർഗമാണ് ഇന്ന് യേശുവിനെ കറവപ്പശുവായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു വ്യവസ്ഥിതിയുടെ സ്വഭാവം, അതിലടങ്ങിയിരിക്കുന്ന കപടഭക്തി എത്ര ഭീകരമാണ് എന്ന് തിരിച്ചറിയുവാനുള്ളൊരു കടമ നമുക്കുണ്ട്. ദുഃഖവെള്ളിയാഴ്ച വരുമ്പോൾ ഇതേ പുരോഹിതവർഗം അവിടെ അപ്പനപ്പൂപ്പന്മാർ ചെയ്ത പാതകം, അതിൻ്റെ ഫലമായി മനുഷ്യപുത്രൻ കൊല്ലപ്പെട്ട ആ സംഭവത്തെ കേന്ദ്രീകരിച്ച് എന്ന് പറഞ്ഞ് കപടഭക്തിയോടെ ഇരുന്ന് കുരിശിനെ ധ്യാനിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തികട്ടി വരാറുണ്ട്. അസത്യം മാത്രമാണിത്, കപടഭക്തി മാത്രമാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള നാടകങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നവർക്ക് വലിയ ലാഭമുണ്ട്. അവരുടെ ലാഭത്തിനും കാര്യസാധ്യത്തിനും വേണ്ടി ലക്ഷക്കണക്കിന് പാവപ്പെട്ട നിഷ്കളങ്കരായ വിശ്വാസികളെ ചൂഷണം ചെയ്യുകയും അവിടെ ആത്മീയമായി കണ്ണ് കെട്ടിയിട്ട് അവരെ കുഴിയിലേക്ക് നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന ഈ പൈശാചികമായ പ്രവൃത്തിയെ അതിൻ്റെ തനി നിറത്തിൽ, തനി സ്വഭാവത്തിൽ തിരിച്ചറിയുവാനൊരു കടമ നമുക്കുണ്ട്. ആ കടമയിൽ നിന്ന് ആരും ഒഴിഞ്ഞു മാറരുത് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.